ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് MLS-ൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2-നെതിരെ 3 ഗോളുകൾക്കാണ് കൊളറാഡോയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മെസ്സിയാണ് ഈ മത്സരത്തിൽ ഇന്റർ മയാമിക്ക് വേണ്ടി തിളങ്ങിയിട്ടുള്ളത്. ഇരട്ട ഗോളുകളാണ് മെസ്സി നേടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കരുത്തിലാണ് ഈ മത്സരത്തിൽ ഇന്റർ മയാമി വിജയിച്ചിട്ടുള്ളത്. അതായത് മത്സരത്തിന്റെ 18-ാമത്തെ മിനിറ്റിൽ ഇന്റർ മയാമിക്ക് പെനാൽറ്റി ലഭിക്കുന്നു. അത് മെസ്സി ഗോളാക്കി മാറ്റുന്നു. പിന്നീട് ആദ്യ പകുതിയുടെ അവസാനത്തിൽ ബർത്തരേമി ഒരു ഗോൾ കൂടി കണ്ടെത്തുന്നതോടുകൂടി ഇന്റർ മയാമി 2 ഗോളുകൾക്ക് മുന്നിൽ എത്തുന്നു. എന്നാൽ പിന്നീട് രണ്ടാം പകുതിയിൽ 2 ഗോളുകൾ കൊളറാഡോ തിരിച്ചടിച്ചു. ഇതോടുകൂടി മത്സരം സമനിലയിലായി. പക്ഷെ പിന്നീട് 79-ാമത്തെ മിനിറ്റിൽ വീണ്ടും മെസ്സി അവതരിച്ചു. മെസ്സി ഒരു ഗോൾ നേടുകയായിരുന്നു. അതായത് റോഡ്രിഗോ ഡി പോളിന്റെ അസിസ്റ്റിൽ നിന്നാണ് മെസ്സിയുടെ ഗോൾ പിറന്നത്. പിന്നീട് 87-ാമത്തെ മിനിറ്റിൽ മയാമി താരമായ യാനിക് ബ്രൈറ്റിന് ഒരു റെഡ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നു. മത്സരത്തിന്റെ 92-ാമത്തെ മിനിറ്റിൽ മെസ്സിക്ക് ഒരു യെല്ലോ കാർഡ് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ആവേശകരമായ ഒരു മത്സരത്തിനൊടുവിൽ ഇന്റർ മയാമി വിജയം സ്വന്തമാക്കുകയായിരുന്നു. എടുത്തു പറയേണ്ട കാര്യം, കൊളറാഡോയുടെ സ്റ്റേഡിയത്തിലായിരുന്നു ഈ മത്സരം നടന്നിരുന്നത്. ഒരു റെക്കോർഡ് കാണികളാണ് ഈ മത്സരത്തിൽ എത്തിയിട്ടുള്ളത്. അതായത് ഈ വർഷം ഏറ്റവും കൂടുതൽ കാണികൾ പങ്കെടുത്ത മത്സരമായിരുന്നു ഇത്. സൂപ്പർ ബൗളിനെ പോലും കടത്തിവെട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ മത്സരത്തിൽ 75,824 ആരാധകരാണ് എത്തിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ള മത്സരം അത് ലോസ് ആഞ്ചലസ് FC-ക്കെതിരെയുള്ള മത്സരമാണ്. 75,673 ആരാധകർ. DC യുണൈറ്റഡിനെതിരെയുള്ള ഇന്റർ മയാമിയുടെ മത്സരത്തിൽ 72,026 ആരാധകർ എത്തി. അതായത് ഏറ്റവും കൂടുതൽ കാണികൾ ഈ വർഷം പങ്കെടുത്ത 3 മത്സരങ്ങളും അത് മെസ്സിയുടെ മത്സരങ്ങളാണ്. ഒന്നാം സ്ഥാനത്തേക്ക് കയറി വരാൻ ഇന്നലത്തെ മത്സരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 75,824 ആരാധകർക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് മെസ്സി തൻ്റെ ഈ ഒരു മാജിക് പുറത്തെടുത്തിട്ടുള്ളത്. മാത്രമല്ല, മെസ്സി കളിക്കളം വിടുന്ന സമയത്ത് എല്ലാ ആരാധകരിൽ നിന്നും സ്റ്റാൻഡിംഗ് ഓവേഷൻ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. എതിർ ആരാധകരിൽ നിന്ന് സ്റ്റാൻഡിംഗ് ഓവേഷൻ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു എന്നുള്ളത്. അങ്ങനെ മെസ്സി മാജിക് കണ്ട ഒരു മത്സരമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.